നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം വിലയിരുത്താൻ തലസ്ഥാനത്ത് CPM CPI നേതൃയോഗങ്ങൾ ചേരുകയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും CPI സംസ്ഥാന എക്സിക്യൂട്ടീവുമാണ് ചേരുന്നത്. ഇരു നേതൃത്വത്തിന്റെയും പ്രവർത്തന ശൈലിക്കെതിരെ പാർട്ടിയിൽ വലിയ അതൃപ്തി പുകയുകയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് EP ജയരാജൻ വിട്ട് നിൽക്കുന്നുമുണ്ട്. വിവരങ്ങളുമായി വിനീഷ് തലസ്ഥാനത്ത് നിന്ന് ചേരുന്നു. വിനീഷ്, വളരെ നിർണായകമായ യോഗമാണ്. കനത്ത തോൽവിക്ക് പിന്നാലെ നടക്കുന്ന CPM CPI യോഗങ്ങൾ. നേതൃത്വത്തിനെതിരെ തന്നെയാണ് വിമർശനം. എന്തായാലും ഈ കനത്ത തോൽവിക്ക് പിന്നാലെയെങ്കിലും നേതൃത്വത്തിനെതിരെ ശബ്ദം ഉയരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം. എങ്ങനെയാണ് യോഗം പുരോഗമിക്കുന്നത്? ഒപ്പം തന്നെ EP ജയരാജൻ വിട്ടു നിൽക്കുകയുമാണല്ലോ. തീർച്ചയായിട്ടും CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവുമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് AKG സെന്ററിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചത്. ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ വലിയ വിമർശനങ്ങൾ തന്നെയാണ് നേതാക്കൾക്കെതിരെ ഉയരുന്നത്. പ്രത്യേകിച്ച് EP ജയരാജൻ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. നേരത്തെ തന്നെ EP ജയരാജൻ ഇതിനെതിരെ വിമർശനങ്ങൾ, നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ ഉയർത്തുന്ന തരത്തിലും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പരാജയം വന്നതിന് പിന്നാലെ പരസ്യമായല്ലെങ്കിലും രഹസ്യമായി നേതാക്കൾക്കെതിരെ ഒളിയമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് EP ജയരാജന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതേസമയം തന്നെ നിലവിൽ ഇപ്പോൾ ചർച്ച നടക്കുന്നത് KK ശൈലജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ KK ശൈലജയെ മണ്ഡലം മാറ്റി മത്സരിപ്പിക്കേണ്ടിയിരുന്നില്ല എന്നത് സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ വിമർശനമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നിരിക്കുന്നത്. ഒപ്പം തന്നെ മന്ത്രിമാരുടെ തോൽവി സംബന്ധിച്ചുള്ള കാര്യം അടുത്ത സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്തേക്കാം എന്ന ഒരു ആദ്യഘട്ടത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇപ്പോൾ CPMന്റെ പരാജയത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടക്കുന്നത്. അതേസമയം തന്നെ നേതാക്കൾക്കെതിരെ ശക്തമായ വിമർശനം ഇപ്പോൾ ഉയരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ മണ്ഡലങ്ങൾ മാറ്റി പരീക്ഷിച്ചതിൽ വലിയ പരാജയം സംഭവിച്ചു. അതിൽ ഏറ്റവും പ്രധാന ഉദാഹരണവുമായി ബന്ധപ്പെട്ട് കാണിക്കുന്നത് KK ശൈലജയുടെ മണ്ഡലം മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത്തരം ചർച്ചകളും അത്തരം വിമർശനങ്ങളും ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയരുകയാണ്. എന്തായിരുന്നാലും കൂടുതൽ വിമർശനങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അണികളെ ബോധിപ്പിക്കാനായി തൽക്കാലത്തേക്ക് ഒരു ക്യാപ്സൂൾ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം അണികൾക്ക് മുന്നിൽ CPM സംസ്ഥാന നേതൃത്വം നിരത്തും എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായിരുന്നാലും ഇനി വരുന്ന മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ CPM നേതാക്കളുടെ ഭാഗത്തുനിന്ന് പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ചരിത്രത്തിൽ ഇല്ലാത്ത കനത്ത പരാജയം തന്നെയാണ് CPMന് ഇപ്പോൾ ഏൽക്കേണ്ടി വന്നിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു ഘട്ടത്തിൽ തന്നെ നേതാക്കൾക്ക് അണികളെയും പ്രവർത്തകരെയും പിടിച്ചു നിർത്തണമെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശകലനം നടത്തേണ്ടതുണ്ട്. അത് ഈ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിയുന്നതോടുകൂടി തന്നെ CPM സംസ്ഥാന സെക്രട്ടറി വിശദീകരണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ രംഗത്തെത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ CPM സെക്രട്ടേറിയറ്റ് യോഗത്തിലെത്തുന്ന നേതാക്കളോട് നമ്മൾ എന്താണ് പ്രതികരണം ആരായാൻ ശ്രമിച്ചെങ്കിലും പ്രതികരിക്കാൻ ഒരു നേതാക്കളും തയ്യാറായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വലിയ വിമർശനം തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയരുന്നത്. പ്രത്യേകിച്ച് രണ്ടാം ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത്, പിണറായി സർക്കാരിൻ്റെ കാലത്ത് വലിയ പരാജയങ്ങൾ, വലിയ രീതിയിൽ ജനങ്ങളെ സർക്കാരുമായി ബന്ധിപ്പിക്കുന്നതിൽ വലിയ പരാജയം സംഭവിച്ചു. ഒപ്പം തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിയതിൽ വലിയ പരാജയം സംഭവിച്ചു. ഒപ്പം തന്നെ ശബരിമല വിഷയം, ഒപ്പം നിരവധി പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ വലിയ രീതിയിൽ ഉയർന്നു വന്നു. നവമാധ്യമങ്ങളിലടക്കം ഇത്തരം വിഷയങ്ങൾ ചർച്ചയായി. ഈ ഘട്ടത്തിൽ അത് CPMന് തിരിച്ചടി ഉണ്ടാക്കി എന്ന തരത്തിലുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിശദീകരണം തന്നെയായിരിക്കും ഇന്നത്തെ യോഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് യോഗത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ അണിയറയിൽ വലിയ രീതിയിലുള്ള പുകകൾ തന്നെയാണ് ഉയരുന്നത്, വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഉയരുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല. ഒപ്പം തന്നെ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ആ എക്സിക്യൂട്ടീവ് യോഗത്തിലും പിണറായി സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഉയരുന്നു. മന്ത്രിമാരുടെ ധാർഷ്ട്യത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും വ്യക്തമായ രീതിയിൽ വിമർശനങ്ങൾ ഇപ്പോൾ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ CPMനെതിരെ ഉയരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഇടതുമുന്നണി നേതൃയോഗങ്ങളിൽ അതൃപ്തി രൂക്ഷമായി തന്നെ നീറിപ്പുകയുമ്പോൾ ചേർത്ത് വായിക്കേണ്ട അല്ലെങ്കിൽ ചേർത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടിയുണ്ട്. ആരാകും വിനീഷ് പ്രതിപക്ഷ നേതാവ്?
ഈ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ പ്രതിപക്ഷ നേതാവ് ആരാകണം എന്നുള്ള ഒരു പ്രാഥമിക ചർച്ച അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇപ്പോൾ ഈ ഇലക്ഷന്റെ തോൽവിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച നടക്കുന്നത്. അതിൽ വിമർശനങ്ങൾ പ്രധാനമായി ഉയർന്നത് KK ശൈലജയുമായി ബന്ധപ്പെട്ട് KK ശൈലജയെ മണ്ഡലം മാറ്റി മത്സരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ, ഒപ്പം തന്നെ മന്ത്രിമാരുടെ തോൽവി സംബന്ധിച്ചുള്ള ചർച്ചകൾ. ആ തോൽവി ചർച്ച എടുക്കുന്ന സമയത്ത് തന്നെ അത് അടുത്ത സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യാം എന്ന തരത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ മന്ത്രിമാരുടെ തോൽവി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് സംബന്ധിച്ചുള്ള ചർച്ച ഇപ്പോഴും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ആരംഭിച്ചിട്ടില്ല. KN ബാലഗോപാൽ അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. KN ബാലഗോപാലിനായിരിക്കും സാധ്യത എന്നതാണ്, ഈ പ്രതിപക്ഷ നേതൃനിരയിലേക്ക് എത്താനുള്ള സാധ്യത എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും വരും മണിക്കൂറിൽ അത് സംബന്ധിച്ചുള്ള കൃത്യത ലഭ്യമാകും. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഇടതുമുന്നണി യോഗത്തിലായിരിക്കും. ഈ ഇടതുമുന്നണി യോഗം കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. ഈ ഇടതുമുന്നണി യോഗത്തിൽ തന്നെ ഘടകകക്ഷികളായ എല്ലാ പാർട്ടികളും പ്രത്യേകിച്ച് CPM-നെതിരെ രൂക്ഷ വിമർശനം ഉയർത്താനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലും CPM-നെതിരെയുള്ള വിമർശനങ്ങൾ തന്നെയായിരിക്കും പ്രധാനമായും ഉയർന്നു വരിക എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം വിലയിരുത്താനാണ് തലസ്ഥാനത്ത് CPI നേതൃയോഗങ്ങൾ പുരോഗമിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും വിനീഷ് സൂചിപ്പിച്ചതുപോലെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവുമാണ് ചേരുന്നത്. ഇരു നേതൃത്വത്തിനെതിരെയും കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. EP ജയരാജൻ യോഗത്തിൽ നിന്ന് വിട്ട് നിൽക്കുകയുമാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന ചോദ്യം ഏവരും ഉന്നയിക്കുന്നുണ്ട്. ആ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃനിരയിലേക്ക് വരുന്ന ആ നേതാവ് ആരാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ളതാണ്. ഒരു വശത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പോര്, മറുവശത്ത് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ള ചോദ്യം. എന്തായാലും ചർച്ചകൾ സജീവമാണ്.